ഹലോ ഫ്രണ്ട്സ്, 1977 ഓഗസ്റ്റ് മാസത്തിലെ ഒരു രാത്രി സമയം US-ലെ നെവാഡയിലുള്ള പോലീസ് പെട്രോളിങ്ങിന് നിൽക്കുകയാണ്. അർദ്ധരാത്രി ആയതിനാൽ തന്നെ റോഡുകളെല്ലാം വിജനമാണ്. രാത്രിയുടെ ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് ഒരു പിക്കപ്പ് വാനിൻ്റെ വെളിച്ചം പോലീസുകാർക്ക് മുന്നിൽ ദൃശ്യമായി. ആ പിക്കപ്പ് വാൻ ഓടിച്ചു വന്നത് അല്പം മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. റിച്ചാർഡ് ചെയ്സ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ വസ്ത്രത്തിലും മുഖത്തും ചോരപ്പാടുകൾ കാണുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ ഓടിച്ചു വന്ന പിക്കപ്പിന്റെ പുറകിൽ ഒരു ബക്കറ്റും അതിൽ ചില ആന്തരിക അവയവങ്ങളും കാണുന്നുണ്ട്. എന്നാൽ അതൊരു പശുവിൻ്റെ ആണെന്ന് പറയുമ്പോൾ മറ്റൊന്നും ചോദിക്കാതെ തന്നെ പോലീസുകാർ അവനെ കടത്തിവിടുന്നു. പക്ഷേ ആ പോലീസുകാർ അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ മുന്നിലൂടെ കടന്നുപോകുന്നത് സെക്രമെന്റോ എന്ന പ്രദേശത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരുന്ന, മനുഷ്യരെ കൊന്ന് അവരുടെ ആന്തരിക അവയവങ്ങളിൽ നിന്നും രക്തം കുടിക്കുന്ന, അങ്ങനെ ദാഹം തീർക്കുന്ന ഒരു ഡ്രാക്കുള കില്ലറാണെന്ന്. അതെ, ദ വാമ്പയർ ഓഫ് സാക്രമെന്റോ എന്ന റിച്ചാർഡ് ചെയ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. റിച്ചാർഡ് ചെയ്സ് കുട്ടിക്കാലം മുതൽക്ക് തന്നെ മാനസികമായ അസുഖങ്ങൾ നിറഞ്ഞ ഒരു കുട്ടിയായി പറയപ്പെടുന്നു. അതികർക്കശക്കാരനായ റിച്ചാർഡിന്റെ അച്ഛൻ അദ്ദേഹത്തിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള നിരന്തരമായ വഴക്കുകൾ കാരണം അവൻ കുട്ടിക്കാലം മുതൽക്കേ തന്നെ ഒറ്റപ്പെട്ടു പോയിരുന്നു. തൻ്റെ കുട്ടിക്കാലത്ത് റിച്ചാർഡ് ചെയ്സ് അസ്വസ്ഥനും നിരാശനുമായിരുന്നു. ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ കത്തിക്കുന്നതിലും പിന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിലും റിച്ചാർഡ് ഒരു പ്രത്യേക സന്തോഷം കണ്ടെത്തിയിരുന്നു. റിച്ചാർഡിന് കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. സാധനങ്ങൾ കത്തിക്കുക, മൃഗങ്ങളെ ഉപദ്രവിക്കുക, കിടക്കയിൽ മൂത്രമൊഴിക്കുക, ഈ മൂന്ന് കാര്യങ്ങളും മക്ഡൊണാൾഡ് ട്രയാഡ് എന്ന രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. പല റിസർച്ചുകളും പറയുന്നത് ഈ മൂന്ന് ശീലങ്ങളുമുള്ള കുട്ടികൾ ഒരു സീരിയൽ കില്ലറോ അല്ലെങ്കിൽ ഒരു സൈക്കോപാത്തോ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ്. റിച്ചാർഡ് ചെയ്സിനോടുള്ള കടുത്ത വിരോധം കൊണ്ട് അച്ഛൻ ഒരിക്കൽ അയാളെ വീട്ടിൽ നിന്നും ഇറക്കിവിടുന്നു. അതോടെ റിച്ചാർഡിന്റെ ജീവിതം കൂടുതൽ സങ്കീർണമായി. അമ്മയോടുള്ള സ്നേഹവും ആരും മേൽനോട്ടം വഹിക്കാനില്ലാത്തതും അയാളെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും എത്തിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗത്തിലേക്ക് അയാൾ കടക്കുന്നു. ഒരു കാര്യം സത്യമാണ്, നമുക്ക് ഒരു ജോലിയോ അല്ലെങ്കിൽ പണമോ ആവശ്യമുണ്ടെങ്കിൽ അത് ലഭിക്കാൻ ചിലപ്പോൾ വളരെ പ്രയാസമായിരിക്കും. എന്നാൽ കാശില്ലെങ്കിൽ പോലും നമുക്ക് മദ്യമോ മയക്കുമരുന്നോ ലഭിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല, അത് നമ്മളതിനെ അഡിക്റ്റ് ആകുന്നവരെ. സൈക്കോട്രോപിക് ഡ്രഗുകളുടെ അമിത ഉപയോഗം അയാളുടെ ഉള്ളിലെ മാനസികരോഗിയെ കൂടുതൽ വഷളാക്കി. ഇടയ്ക്കിടെ തൻ്റെ ഹൃദയം നിലച്ചുപോയതായി റിച്ചാർഡിന് തോന്നാൻ തുടങ്ങി. താൻ ചില സമയങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഒരു ശവമാണെന്നും അയാൾ വിശ്വസിച്ചു. താൻ ഇങ്ങനെ ഇടയ്ക്കിടെ മരിക്കാൻ കാരണം വിറ്റാമിൻ സിയുടെ കുറവാണെന്നും തൻ്റെ തലച്ചോറിന് അത് നേരിട്ട് ആഗിരണം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് റിച്ചാർഡ് ഒരു ഓറഞ്ച് തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് നടക്കുന്നു. അതുമാത്രമല്ല, താനൊരു വാമ്പയറായി കൊണ്ടിരിക്കുകയാണെന്നും തനിക്ക് രക്തം കുടിക്കാതെ ഇനി ജീവിക്കാൻ സാധിക്കുകയില്ലെന്നും അയാൾ വിശ്വസിക്കുന്നു. ഇതിനിടയിൽ തന്നെ തലയോട്ടിയിലെ അസ്ഥികൾ വളർന്ന് ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നതായും അയാൾ കരുതുന്നു. ആ അസ്ഥികളുടെ പ്രവർത്തനം നേരിട്ട് മനസ്സിലാക്കാൻ അയാൾ തലമൊട്ടയടിച്ച് ദിവസങ്ങളോളം കണ്ണാടിക്ക് മുന്നിൽ ചിലവഴിക്കുന്നുണ്ട്. 25-ാമത്തെ വയസ്സിൽ റിച്ചാർഡ് പാരനോയിഡ് സീക്സോഫ്രീനിയ എന്ന മാനസിക രോഗത്തിന് അടിമയാണെന്ന് കണ്ടെത്തുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ തന്നെ തൻ്റെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമീപത്തുള്ള പക്ഷികളെയും മറ്റു ചെറു ജീവികളെയും പിടിച്ചു കൊന്ന് അതിൻ്റെ രക്തം കുടിക്കുകയും മാംസം പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ ഹോസ്പിറ്റലിൽ നിന്നും സിറിഞ്ചുകൾ മോഷ്ടിച്ച് അതുപയോഗിച്ച് അവിടുത്തെ ഒരു നായയുടെ രക്തമെടുത്ത ശേഷം അതും കുടിക്കുന്നുണ്ട് റിച്ചാർഡ്. രക്തത്തോടുള്ള ഈ ആസക്തി അയാൾക്ക് ഡ്രാക്കുള എന്ന പേര് നേടിക്കൊടുത്തു. ഹോസ്പിറ്റലിലെ മുയലുകളെ കൊന്ന് രക്തം കുടിച്ചതോടെ സഹികെട്ട് ഹോസ്പിറ്റലുകാർ അവനെ അമ്മയോടൊപ്പം താമസിക്കാൻ വിടുന്നു. അമ്മയുടെ പരിചരണത്തിൽ ജീവിച്ചു തുടങ്ങിയെങ്കിലും അമ്മ തന്നെ വിഷം നൽകി കൊല്ലുമെന്ന് റിച്ചാർഡ് വിശ്വസിക്കുന്നു. അധികം വൈകാതെ തന്നെ റിച്ചാർഡ് തൻ്റെ പഴയ കുറച്ച് സുഹൃത്തുക്കൾ ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുന്നു. പക്ഷേ ആ സുഹൃത്തുക്കൾക്ക് റിച്ചാർഡിനെ കുറിച്ച് ശരിക്കും അറിയില്ലായിരുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ റിച്ചാർഡ് തൻ്റെ തനി നിറം പുറത്തെടുക്കുന്നുണ്ട്. അമിതമായി ഡ്രഗ്സ് ഉപയോഗിച്ച് അപ്പാർട്ട്മെന്റിനുള്ളിൽ തുണിയില്ലാതെ നടക്കുന്നതും അപ്പാർട്ട്മെന്റ് പരിസരങ്ങളിലെത്തുന്ന പക്ഷികളെയും ചെറിയ മൃഗങ്ങളെയും പിടിച്ചു കൊന്ന് രക്തം കുടിക്കുന്നതും അവയുടെ പച്ചമാംസം കഴിക്കുന്നതും സുഹൃത്തുക്കൾക്കിടയിൽ വെറുപ്പുളവാക്കാൻ കാരണമാകുന്നുണ്ട്. ഈ ഒരു കാരണങ്ങളെ മുൻനിർത്തി അവർ റിച്ചാർഡിനോട് അപ്പാർട്ട്മെന്റ് വിട്ടുപോകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ റിച്ചാർഡ് അത് വിസമ്മതിക്കുകയാണ് ചെയ്തത്. തുടർന്ന് സുഹൃത്തുക്കൾ ആ അപ്പാർട്ട്മെന്റ് വിട്ടുപോകുന്നു. അങ്ങനെ റിച്ചാർഡ് വീണ്ടും അവിടെ ഒറ്റയ്ക്കാകുന്നു. ഒറ്റയ്ക്കായ റിച്ചാർഡ് ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയും പിടിച്ചുകൊന്ന്
അതിൻ്റെ രക്തം കുടിക്കുകയും ആന്തരിക അവയവങ്ങൾ സോഡയിലും ചില സോഫ്റ്റ് ഡ്രിങ്കുകളിലും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ തന്നെ നിരീക്ഷിക്കാൻ ആരുമില്ല എന്ന ചിന്ത അയാളെ കൂടുതൽ ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. 1977 ഡിസംബർ 29 കഴിഞ്ഞുപോയ ക്രിസ്മസിന് അമ്മ തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ല എന്ന കാരണത്തിൽ ഭ്രാന്ത് പിടിച്ചു നടന്നിരുന്ന റിച്ചാർഡിന്റെ മുന്നിലേക്കാണ് പലചരക്ക് സാധനങ്ങൾ വാങ്ങി 51 വയസ്സുള്ള ആംബ്രോസ് ഗ്രിഫിൻ എന്നയാൾ വരുന്നത്. അയാളുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത് റിച്ചാർഡ് അയാളെ കൊന്നു. അതൊരു ആസക്തിയുടെ തുടക്കമായിരുന്നു. സീരിയൽ കില്ലേഴ്സിനെ പറ്റിയുള്ള വാർത്തകൾ കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കും. അതായത് ഓരോ സീരിയൽ കില്ലേഴ്സിനും അവരുടേതായ ഒരു രീതി ഉണ്ടായിരിക്കും. റിച്ചാർഡ് ചേസിന്റെ കാര്യത്തിലും അത് വ്യത്യസ്തമല്ല. റിച്ചാർഡ് അടുത്തടുത്ത വീടുകളുടെ വാതിൽ ചെന്ന് തുറക്കാൻ ശ്രമിക്കും. വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെങ്കിൽ അയാൾ അടുത്ത വീട് ലക്ഷ്യമാക്കി നീങ്ങും. അതല്ല, ആ വീട് തുറന്നിരിക്കുകയാണെങ്കിൽ അത് റിച്ചാർഡിനുള്ള ഒരു ക്ഷണമായി അയാൾ കണക്കാക്കും. ഇത്തരത്തിൽ 1978 ജനുവരി 23 തെരേസ വാലിൻ എന്നൊരു ഗർഭിണിയായ സ്ത്രീയുടെ വീട്ടിലേക്ക് മുൻവാതിൽ വഴി തന്നെ റിച്ചാർഡ് കടന്നു വരുന്നു. നേരത്തെ ആംബ്രോസ് ഗ്രിഫിനെ വെടിവെച്ചു കൊന്ന അതേ തോക്ക് കൊണ്ട് തന്നെ അവളെ 3 പ്രാവശ്യം വെടിവെക്കുന്നു. മരിച്ചു എന്ന് ഉറപ്പായ ശേഷം ഒരു കത്തി കൊണ്ട് അവളുടെ ആന്തരിക അവയവങ്ങൾ മുറിച്ചെടുക്കുന്നു. അതിലെ ചോര അവിടെ ഉണ്ടായിരുന്ന തൈര് വെച്ചിരുന്ന ഒരു പാത്രത്തിലേക്ക് പകർത്തി റിച്ചാർഡ് കുടിക്കുന്നു. തെരേസയുടെ മരണത്തിന് 4 ദിവസത്തിന് ശേഷം എവലിൻ മിറോത്ത് എന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് സമാനമായ രീതിയിൽ റിച്ചാർഡ് കടന്നു വരുന്നു. എവലിന്റെ ഫ്രണ്ട് ആ സമയത്ത് ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. ജാൻ മെറിഡത്ത് എന്നായിരുന്നു അയാളുടെ പേര്. അയാളെ ഉടനെ തന്നെ റിച്ചാർഡ് വെടിവെച്ച് കൊല്ലുന്നു. പിന്നീട് ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരുന്ന എവലിനെയും കൊല്ലുന്നു. വെടിയൊച്ചയുടെ ശബ്ദം കേട്ട് റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന എവലിന്റെ 6 വയസ്സുള്ള മകൻ ജേസൺ മിറോത്തിനെയും വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന വെറും 22 മാസം പ്രായമുണ്ടായിരുന്ന എവലിന്റെ അനന്തരവൻ ഡേവിഡ് എന്നൊരു കുഞ്ഞിനെയും കൊന്ന് ആ ബോഡിയും കൊണ്ട് റിച്ചാർഡ് അവിടെ നിന്നും കടന്നു കളയുന്നു. വൈകിട്ട് ആ വീട്ടിലേക്ക് കടന്നു വരുന്ന എവലിന്റെ ജോലിക്കാരി ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞെട്ടിവരച്ച് പോലീസിനെ അറിയിക്കുന്നു. പോലീസ് സംഭവ സ്ഥലത്തെ അതിദാരുണമായ കാഴ്ചകൾ കണ്ട് ഉടനെ തന്നെ അന്വേഷണത്തിന് ഒരുങ്ങുന്നു. റിച്ചാർഡ് കൊണ്ടുപോയ കുഞ്ഞിന്റെ ശരീരം നിരവധി മുറിവുകളോടെ നരഭോജനത്തിന്റെ ലക്ഷണങ്ങളോടെ പിന്നീട് കണ്ടെത്തുന്നുണ്ട് ഒരു പള്ളിയുടെ പുറകിൽ നിന്നും. മരണപ്പെട്ട എവലിന്റെ ശരീരഭാഗങ്ങൾ അവിടെ വെച്ച് തന്നെ കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എവലിൻ മിറോത്തിയുടെ വീട്ടിൽ നിന്ന് ശേഖരിച്ച രക്തം കലർന്ന ഫിംഗർ പ്രിന്റുകളും മറ്റു തെളിവുകളും വെച്ച് നടത്തിയ അന്വേഷണം ചെന്നു നിന്നത് റിച്ചാർഡ് ചേസിന്റെ പ്രൊഫൈലിലായിരുന്നു. റിച്ചാർഡ് ചേസിന്റെ അപ്പാർട്ട്മെന്റിലെ ഫ്രിഡ്ജിൽ നിന്നും മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങളും രക്തവും കണ്ടെത്തിയതോടെ പോലീസ് റിച്ചാർഡിനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ സാക്രമെന്റോയിലെ ഡ്രാക്കുളയുടെ വിചാരണ തുടങ്ങുന്നു. എന്നാൽ വിചാരണ വേളയിൽ റിച്ചാർഡ് ഒരു മാനസിക രോഗിയാണെന്നും ആയതിനാൽ കുറ്റക്കാരനെന്ന് വിധിക്കാൻ കഴിയില്ലെന്ന് കാണിച്ച് പ്രതിഭാഗം അഭിഭാഷകർ വധശിക്ഷ നിരസിക്കാൻ വേണ്ടി വാദിക്കുന്നു. ഏകദേശം 5 മണിക്കൂർ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അവിടുത്തെ ജൂറി റിച്ചാർഡ് സമൂഹത്തിന് ഭീഷണിയാണെന്ന് കണ്ടെത്തി ഗ്യാസ് ചേമ്പർ മൂലമുള്ള വധശിക്ഷ വിധിക്കുന്നു. വധശിക്ഷ കാത്ത് ജയിലിൽ കിടന്നിരുന്ന റിച്ചാർഡിനെ മറ്റു തടവുകാർ വധശിക്ഷയുടെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കുകയും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. 1980 ക്രിസ്മസ് ദിനത്തിന്റെ പിറ്റേന്ന് അമിത അളവിൽ ആന്റി ആങ്സൈറ്റി മെഡിസിൻ കഴിച്ച് മരിച്ച നിലയിൽ റിച്ചാർഡ് ചേസിനെ കണ്ടെത്തുന്നു. സാക്രമെന്റോയിലെ ഡ്രാക്കുള അല്ലെങ്കിൽ വാമ്പയറായ റിച്ചാർഡ് ചേസ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു ജയിലിൽ വെച്ച്. റിച്ചാർഡ് ചേസിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ടിന് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.